എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അയർലൻഡിലെ ബെൽഫാസ്റ്റ് സ്റ്റേഡിയത്തിന് മുകളിലൂടെ വീശിയടിക്കുന്ന തണുത്ത കാറ്റിനു പോലും ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ സിരകളിൽ തിളച്ചുമറിയുന്ന ആവേശത്തെ തണുപ്പിക്കാൻ കഴിയില്ല. കാരണം 2 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പരയ്ക്കായി പരിശീലകന്റെ കുപ്പായത്തിൽ ഇതിഹാസ താരം രോഹിത് ശർമ്മ എത്തിയതോടെ ഇന്ത്യൻ ടീം ഒരു പുതിയ യുഗത്തിലേക്ക് കാൽകുത്തുകയാണ്. അയർലൻഡിനെതിരെയുള്ള ആദ്യ T20 മത്സരത്തിനായി രോഹിത് പ്രഖ്യാപിച്ച പ്ലേയിങ് 11 വെറുമൊരു ടീമല്ല, മറിച്ച് എതിരാളികളുടെ ഉറക്കം കെടുത്തുന്ന ഒരു കൊടുംകാറ്റാണ്. അതിലേറ്റവും ഭയപ്പെടുത്തുന്ന പേര് വെറും 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി എന്ന യുവ വിസ്മയത്തിൻ്റേതാണ്. ട്രൈ നേഷൻ സീരീസ് ഫൈനലിൽ ശ്രീലങ്കൻ എ ടീമിലെ ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീന്തി വെറും 11 പന്തിൽ അർദ്ധ സെഞ്ചുറിയും 29 പന്തിൽ 94 റൺസുമെടുത്ത് ചരിത്രം കുറിച്ച ഈ കൗമാരക്കാരൻ സീനിയർ ടീമിന്റെ നീല ജേഴ്സിയിലിറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആവേശ തിരമാലകൾ തീർക്കുകയും ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയുമാണ്. അവനൊപ്പം ഓപ്പണിംഗ് ഇറങ്ങുന്ന അഭിഷേക് ശർമ്മ ആദ്യ പന്തു മുതൽ ആക്രമിച്ചു കഴിക്കുന്ന അപകടകാരിയാണ്. ഇവരിരുവരും ചേർന്ന് പവർ പ്ലേയിലെ ആദ്യ 5-6 ഓവറുകൾ അതിജീവിച്ചാൽ ഗ്രൗണ്ടിന്റെ 4 പാടും പാഞ്ഞെടുക്കുന്ന ഷോട്ടുകളിലൂടെ അയർലൻഡ് ബൗളർമാർക്ക് പിന്നെ മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമായിരിക്കും. ഈ കൊടുങ്കാറ്റിന് ശേഷം മൂന്നാമനായി ക്രീസിലേക്കെത്തുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പകരം വയ്ക്കാനില്ലാത്ത ക്ലാസിക് ഇതിഹാസമായ സാക്ഷാൽ സഞ്ജു സാംസൺ ആണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞ ജേഴ്സിയിൽ ഇതിഹാസ തുല്യമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഈ മാസ്റ്റർ ക്ലാസ് താരം ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ നട്ടെല്ലാണ്. തന്റെ സ്വതസിദ്ധമായ കവർ ഡ്രൈവുകളിലൂടെയും പവർഫുൾ പുൾ ഷോട്ടുകളിലൂടെയും സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാൻ കഴിവുള്ള സഞ്ജു വിക്കറ്റുകൾ വേഗത്തിൽ വീണാൽ ടീമിനെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനും അതല്ല ഓപ്പണർമാർ മികച്ച തുടക്കം നൽകിയാൽ ആദ്യ പന്തു മുതൽ ബൗളർമാരുടെ പേടി സ്വപ്നമായി മാറാനും കഴിവുള്ള ലോകത്തിലെ തന്നെ മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരിലൊരാളായി ഇരട്ട വേഷത്തിൽ തിളങ്ങുന്നു. സഞ്ജുവിന്റെ ഈ വിശ്വരൂപത്തിനു ശേഷം നാലാമനായി എത്തുന്നത് ഏത് കടുത്ത സമ്മർദ്ദത്തിലും പതറാതെ അതിമനോഹരമായി സ്വീപ്പ് ഷോട്ടുകളും മിഡ് വിക്കറ്റിനു മുകളിലുള്ള കൂറ്റൻ സിക്സറുകളും പായിക്കാൻ കഴിവുള്ള തിലക് വർമ്മയാണ്. തന്റെ ശാന്തമായ പ്രകൃതം കൊണ്ട് രോഹിത് ശർമ്മയുടെ വലിയ വിശ്വാസം നേടിയെടുത്ത ഈ താരം ടീമിന്റെ ആവശ്യകത മനസ്സിലാക്കി ആക്രമിച്ചും പ്രതിരോധിച്ചും കളിക്കാൻ പ്രാപ്തനാണ്. തുടർന്ന് 5-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തുന്നത് ആദ്യമായി ഈ ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുന്ന ശ്രേയസ് അയ്യറാണ്. സ്പിൻ ബൗളർമാരെ ക്രീസിൽ നിന്ന് കയറി വന്ന് സിക്സറുകൾ പറത്തുന്നതിൽ അസാമാന്യ മികവുള്ള ശ്രേയസ് ഒരു നായകൻ എന്ന നിലയിൽ തന്റെ പുതിയ ഇന്നിംഗ്സ് ഗംഭീര വിജയത്തോടെ തുടങ്ങാൻ വെമ്പുകയാണ്. വലിയ മത്സരങ്ങളിൽ കൂടുതൽ അപകടകാരിയാകുന്ന അദ്ദേഹത്തെ തളയ്ക്കാൻ എതിർ ക്യാപ്റ്റന്മാർക്ക് തന്ത്രങ്ങൾ മാറ്റിമറിക്കേണ്ടി വരും. 6-ാമനായി എത്തുന്ന ശിവം ഡൂബെ ബെൽഫാസ്റ്റിലെ ചെറിയ ഗ്രൗണ്ടിൽ തന്റെ മസിൽ പവർ ഉപയോഗിച്ച് പന്തുകളെ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പറത്താൻ കഴിവുള്ളവനാണ്. ഒപ്പം ആവശ്യാനുസരണം ബൗളിംഗിലും അദ്ദേഹം തന്റെ സംഭാവനകൾ നൽകും. 7-ാമനായി ഇറങ്ങുന്ന വാഷിംഗ്ടൺ സുന്ദർ പവർ പ്ലേയിലും മിഡിൽ ഓവറുകളിലും ഒരുപോലെ തിളങ്ങുന്ന കൃത്യതയാർന്ന സ്പിൻ ബൗളിംഗിനൊപ്പം സ്പിന്നിനെതിരെ പതറുന്ന അയർലൻഡ് ബാറ്റ്സ്മാൻമാർക്ക് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കാനും തകർച്ചയുടെ വക്കിൽ നിന്ന് ടീമിനെ കരകയറ്റാൻ പോകുന്ന മികച്ച ബാറ്റിംഗ് പ്രകടനവും കാഴ്ചവെക്കുന്ന വിശ്വസ്തനായ ഓൾറൗണ്ടറാണ്. 8-ാം നമ്പറിലെത്തുന്ന അക്സർ പട്ടേൽ തന്റെ മാന്ത്രിക സ്പിൻ ബൗളിംഗിലൂടെയും അവിശ്വസനീയമായ ഫീൽഡിംഗിലൂടെയും നിർണായക ഘട്ടങ്ങളിൽ അതിവേഗം റൺസ് അടിച്ചെടുക്കുന്ന ബാറ്റിംഗ് മികവിലൂടെയും എക്കാലത്തെയും വലിയ മാച്ച് വിന്നറായി മാറിക്കഴിഞ്ഞു. അയർലൻഡിന്റെ ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലൊടിക്കാൻ രോഹിത് ഒരുക്കിയിരിക്കുന്ന പേസ് പടയുടെ കുന്തമുന 9-ാമനായി എത്തുന്ന ഹർഷിത് റാണയാണ്. തന്റെ അതിവേഗ പന്തുകളിലൂടെയും അപ്രതീക്ഷിതമായ ബൗൺസറുകളിലൂടെയും പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും ഒരുപോലെ അപകടകാരിയാണ് ഈ യുവതാരം. ഷോർട്ട് ബോളുകളും യോർക്കറുകളും സമന്വയിപ്പിച്ച് അയാൾ ബാറ്റ്സ്മാൻമാരെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നു. 10-ാമനായി എത്തുന്ന അർഷ്ദീപ് സിംഗ് തന്റെ വിനാശകാരിയായ യോർക്കറുകളിലൂടെയും തുടക്കത്തിൽ തന്നെ സ്വിംഗ് കണ്ടെത്തുന്ന മികവിലൂടെയും വിക്കറ്റുകൾ വീഴ്ത്തി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡെത്ത് ഓവർ ബൗളർമാരിൽ ഒരാളാണെന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. ഏത് പ്രതിസന്ധിയിലും ക്യാപ്റ്റന്റെ ആദ്യ ചോയ്സ് അദ്ദേഹമാണ്. ഈ പേസ് നിരയ്ക്ക് പൂർണ്ണത നൽകിക്കൊണ്ട് 11-ാമനായി എത്തുന്നത് അതികായനായ പ്രസിദ്ധ് കൃഷ്ണയാണ്. തന്റെ ഉയരത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ച് അദ്ദേഹം പിച്ചിൽ നിന്ന് കണ്ടെത്തുന്ന അസാമാന്യമായ ബൗൺസ് അയർലൻഡ് ബാറ്റ്സ്മാൻമാർക്ക് ഒരു പേടി സ്വപ്നമായി മാറുമെന്നത് ഉറപ്പാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ അജയ്യരായ ഈ ടീം ഇന്ത്യ അയർലൻഡിൽ ഒരു പുതിയ ചരിത്രം രചിക്കാൻ പോകുമ്പോൾ വിദേശ പിച്ചുകളിൽ 15-കാരനായ വൈഭവ് സൂര്യവംശി തന്റെ മാന്ത്രിക പ്രകടനം ആവർത്തിക്കുമ്പോഴെന്നും ശ്രേയസ് അയ്യർ എന്ന പുതിയ നായകൻ ടീം
ടീമിനെ വിജയത്തിന്റെ കൊടിമുടിയിൽ എത്തിക്കുമോ എന്നും അറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ആവേശകരമായ യാത്രയുടെ ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും നിങ്ങൾ രോഹിത് ശർമ്മയുടെ കടുത്ത ആരാധകനാണെങ്കിൽ തീർച്ചയായും ഹിറ്റ്മാൻ എന്ന് രേഖപ്പെടുത്തി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആവേശകരമായ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.